ഇന്ത്യൻ 2 ഒരു സംശയമില്ലാണ്ട് പറയാം. ശങ്കർ പണിവെച്ച ഏറ്റവും കോമഡി പടം. ഒരു സംശയമില്ലാണ്ട് പറയാം. ഒരു സ്ക്രീൻ പ്ലേയും ഇല്ല, ഒരു സ്റ്റോറിയും ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരു പടം. അല്ലെങ്കിൽ പിന്നെ ഈ പടത്തിൻ്റെ പേര് ഇന്ത്യൻ 2 മാറ്റിയിട്ട് വേറെ വല്ല പേരിട്ട് ഇറക്കിയാൽ മതി. ഇതിലാകെ നല്ലതായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കമലഹാസൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ട്. അതല്ലാണ്ട് പടം എന്ന് വെച്ചാൽ ഊളപ്പടം, പക്ക ഇറിറ്റേറ്റിങ്. പിന്നെ ഇതിനെ ഞാൻ കോമഡി പടം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നിങ്ങളുടെ ഒരു 2-3 ഫ്രണ്ട്സായിട്ട്, ഒരു കുറഞ്ഞ 3 ഫ്രണ്ട്സായിട്ടെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് ഈ പടം കാണുകയാണെങ്കിൽ നല്ല കോമഡി ആയിട്ട് കണ്ടിട്ട് വരാം. നല്ല കോമഡി പടം പോലെ ഫീൽ ചെയ്ത് വരും. സീരിയസ്ലി ഞാനാണെങ്കിൽ ഒറ്റക്കാണ് പോയത്, അതുകൊണ്ട് ആ ഒരു ഫീലും കിട്ടിയില്ല. പക്ക ഇറിറ്റേഷൻ. അല്ലേ പിന്നെ ഇന്ത്യൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാണ്ട് ഇത് പോയി കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും. കാരണം അതുമായിട്ട് ഒരു ബന്ധവുമില്ല, അതും ഇതും തമ്മിൽ. പിന്നെ പടത്തിൽ കുറേ യങ്സ്റ്റേഴ്സ് എന്നിട്ട് കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചു വിട്ടുന്നുണ്ട്. പക്കാ ക്രിഞ്ച്. അങ്ങനെ കുറേ പടത്തിലുണ്ട് ഇങ്ങനെ യങ്സ്റ്റേഴ്സിന് വെച്ച് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള ഓരോ സാധനങ്ങൾ. എനിക്ക് പക്ക ക്രിഞ്ചായിട്ടാണ് ഇങ്ങനെ വന്നത്. #, വെച്ചോളം ഇങ്ങനത്തെ ഓരോ സംഭവം എനിക്ക് മിക്ക അവിടെ തേടിയ സാധനം ക്രിഞ്ച്. ഇതിലൊരു സംഭവം ഉണ്ട്, കംബാക്ക് ഇന്ത്യ. അത് തന്നെ ക്രിഞ്ച് എന്ന് വെച്ചാൽ ക്രിഞ്ചിൻ്റെ അങ്ങേയറ്റം. അതുപോലെ തന്നെ ഗോ ബാക്ക് ഇന്ത്യ, വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിടുക. ഗോ ബാക്ക് ഇന്ത്യ, അതും ക്രിഞ്ച്. പിന്നെ മെയിനായിട്ട് ഈ ഒരു യങ്സ്റ്റേഴ്സിനെ ഇതാക്കി വരണമെന്ന് വെച്ചാൽ സിദ്ധാർത്ഥാണ്. പുള്ളിയുടെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ എന്ന് വെച്ചാൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ആ പുള്ളിയുടെ ആക്ടിങ്ങിനെ പറയല്ല, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. അങ്ങനെ പടത്തിൽ വന്നവനും പോണവനും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട്. പിന്നെ സ്റ്റേജൂരിൻ്റെ കാര്യം പറയാമെങ്കിൽ പുള്ളിക്ക് ഈ പടത്തിൽ ഒന്നും ചെയ്യാനില്ല, വെറുതെ ഉണ്ടെന്ന പോലെയാണ് തോന്നിയത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പുള്ളിക്ക് ചെയ്യാനുള്ളതായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല, വെറുതെ. പിന്നെ നെടുമുടി വേണുവിൻ്റെയും അതുപോലെ വിവേകിൻ്റെ ഒക്കെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ അത് AI വെച്ച് ചെയ്തതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ അവരെ വെച്ച് തന്നെ ചെയ്യാൻ കാണിച്ചാൽ എന്തായാലും നന്നായിട്ടുണ്ട്. അവർ ക്യാരക്ടേഴ്സ് അവർ തന്നെ ചെയ്തത് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അവരൊക്കെ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്, ഉള്ള കാര്യം പറയാം. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്കറിയാം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നെടുമുടി വേണമാണ്. അതെന്ന് വെച്ചാൽ അത്ര എൻഗേജിങ് ആയിട്ട് തന്നെയാണ് നമ്മളത് കൊണ്ടുപോകുക. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിക്ക് വരുമ്പോൾ അത് നെടുമുടി വേണുവിൻ്റെ മോനായിട്ടാണ് പോകുന്നത്. മോനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബോബി സിംഹ എന്ന് പറയുന്ന ക്യാരക്ടറാണ് നെക്സ്റ്റ് കോമഡി ക്യാരക്ടർ. അത്ര തന്നെ പറയാനുള്ളൂ. പുള്ളി ഈ സേനാധിപതിനെ പറയുന്നതെന്ന് വെച്ചാൽ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കമലഹാസൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം, അതായത് പടം തുടങ്ങുന്ന ടൈമിൽ കമലഹാസനെ കാണാനും നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും. എന്നിട്ട് കമലഹാസൻ്റെ ഒരു ഇൻട്രോ കഴിയുമ്പോൾ വെച്ചാൽ കമലഹാസൻ വരാത്ത ടൈമിൽ അത്ര ആശ്വാസം. ഉള്ള കാര്യം പറയാമല്ലോ, കമലഹാസനെ കാട്ടാത്ത ടൈമിൽ അത്ര ആശ്വാസം. ഫുള്ള് വെറുപ്പീരാണ്. പക്ഷെ കമലഹാസനാണ് മെയിൻ വെറുപ്പീർ. പുള്ളി എന്തോ മാർഷൽ ആർട്സ് പഠിക്കുന്നതായിട്ട് എന്തുട്ടൊക്കെയാണ് കാട്ടണം. ചില മർമ്മത്തടിച്ചാൽ പാട്ട് പാടാം, ഓടാ. ഇതൊക്കെ എന്ത് സംഭവം? അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല കമലഹാസനെ കുറിച്ച്. ആ സേനാധിപതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ഐക്കോണിക് എപ്പിക് ഇന്ത്യൻ ക്യാരക്ടർ തൊലച്ചു വെച്ചിട്ടുണ്ട്. അത് കമലഹാസൻ്റെ കുഴപ്പമില്ല കേട്ടോ, പുള്ളിയുടെ ആക്ടിങ് കുഴപ്പമില്ല. പുള്ളിക്ക് അതിനെ അഭിനയിക്കാനൊന്നുമില്ല, കാരണം മുഖത്ത് മൊത്തം മേക്കപ്പും സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ടേക്കാണ്. ഇതെന്ന് വെച്ചാൽ സ്റ്റോറി ഇല്ലാണ്ട് ഒരു പടം പടച്ചു വെച്ചാൽ ഇങ്ങനെ തന്നെ ആവും. ഈ പടം ശങ്കർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങുന്ന ഒരു പടങ്ങളെ ഒരു ടൈപ്പായിട്ട് പിടിച്ച് അങ്ങനെ ഇറക്കാനാണ് പുള്ളി വിചാരിച്ചത്. അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള എക്സാമ്പിളാണ് AR റഹ്മാനെ റീപ്ലേസ് ചെയ്ത് അവിടെ അനിരുദ്ധിനെ കൊണ്ടുവന്നത്. അതിന് AR റഹ്മാൻ മാറിയതാണോ അതോ പുള്ളിനെ മാറ്റിയതാണോ എന്ന് അറിയില്ല. എങ്ങനെയായാലും അനിരുദ്ധിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സോങ്സ് ആയാലും ഒരു ഇമ്പാക്റ്റ് എനിക്ക് പേഴ്സണലി ഉണ്ടാക്കിയിട്ടില്ല. അതും കോമഡി ആയിരുന്നു. അതിൽ തന്നെ ഒരു ഇതുണ്ട്, അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു അളിഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതായത് കമലഹാസനും ഇതിൽ ഒരു മെട്രോയിൽ കയറിയിട്ട് നല്ലൊരു ഫൈറ്റ് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും, സ്ലോ മോഷനിൽ മാസം കാണിച്ച് ഇറങ്ങി വരും. എൻ്റെ അളി അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെറുപ്പീരിൻ്റെ ഒക്കെ അങ്ങേയറ്റം. പിന്നെ പലരും പുള്ളിയുടെ പ്രായത്തിനെ കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ടായി. 105 വയസ്സായിട്ട് ഇയാൾ ഇങ്ങനെ കാട്ടുന്നു. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ മണ്ണിൽ തന്നെ പുള്ളിക്ക് 75 വയസ്സുണ്ട്. ആ 75 വയസ്സിൽ കാണിക്കാൻ പറ്റുന്നൊന്നുമല്ല പുള്ളി അതിൽ കാണിച്ചു വെച്ചേക്കണത്. സോ അതൊന്നും. പക്ഷേ ഇതിൽ വേറെ നല്ല സാധനങ്ങളുണ്ട്. 6 പാക്കൊക്കെ കമലഹാസന് വരുത്തണം. എൻ്റെ പൊന്നോ, ഇത് കണ്ടപ്പോന്ന് വെച്ചാൽ ഇതിലും നല്ലതായിട്ട് ആക്ച്വലി 2.0 ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ സ്വർണം കൊണ്ടുള്ള ബാത്റൂം, ടോയ്ലറ്റ്, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെ വെറുപ്പീര് മാത്രമല്ല, ഈ മനുഷ്യന്മാരെ വെറുപ്പീരായിട്ട് ഇതൊരു ആനിമേഷൻ സംഭവം വരുന്നുണ്ട്. ആ വെറുപ്പീരും കൂടി നമ്മൾ കണ്ടിരിക്കണം അവിടെ തിയേറ്ററിൽ 2-3 മണിക്കൂർ. മനുഷ്യന്മാരെ വെറുപ്പീരാണ്, അഭിനയിച്ചിരിക്കണം മനുഷ്യന്മാരെല്ലാവരും വെറുപ്പീരാണ്, കാരണം അവർ ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഇടയെക്കൂടിയിട്ടൊരു ആനിമേഷൻ വെറുപ്പീരും കൂടി ഉണ്ട്. എൻ്റെ പൊന്നളിയ. എനിക്ക് ഇത്രയൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കൂടുതലായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നും വരുന്നില്ല, പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. എല്ലാം മോശം തന്നെയാണ്. മോശം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, അത് പറഞ്ഞാൽ തീരെയില്ല.
പിന്നെ അതൊക്കെ പടം കാട്ടി ലാസ്റ്റ് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഹോണസ്റ്റ്ലി അത് കാണാൻ കിടിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇന്ത്യൻ 3 ആക്ച്വലി ഇന്ത്യൻ 2 എന്നിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. അത് ഇതിലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഇന്ത്യൻ 3 കണ്ടത്. ഇതിപ്പോൾ അതിൻ്റെ ഹൈപ്പും കുറയും. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ വലിയ ബോധമില്ല. കുറേ ട്രിം ചെയ്ത് കളയേണ്ടി വരും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ദയവ് ചെയ്ത് നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് എടുത്ത് കണ്ടു നോക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ.